നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ബാഡ് ഡെപ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ബിസിനസ്സിനെ സംബന്ധിച്ച് ഒരു എക്സ്പെൻസ് ആണ്. എക്സാമ്പിൾ, നമ്മളൊരു കസ്റ്റമറിന് 10,000 റുപ്പീസിൻ്റെ ഒരു പ്രോഡക്റ്റ് സെയിൽ ചെയ്യുന്നു. ക്രെഡിറ്റിനാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത്. 30 days ആണ് നമ്മൾ കൊടുക്കുന്ന ക്രെഡിറ്റ് പീരീഡ്. ഈ ക്രെഡിറ്റ് പീരീഡ് കഴിഞ്ഞിട്ടും ഇയാൾ നമുക്ക് പൈസ തരുന്നില്ല എങ്കിൽ, ഇയാൾ ഒരിക്കലും പൈസ തരില്ല എന്ന് നമുക്ക് ബോധ്യപ്പെട്ടാൽ നമുക്ക് മനസ്സിലാക്കാം ആ 10,000 റുപ്പീസ് നമുക്കിനി കിട്ടത്തില്ല. അപ്പോൾ അത് നമ്മൾ ബാഡ് ഡെപ്റ്റ് എന്ന് പറയുന്ന ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് ആ അക്കൗണ്ടിൻ്റെ അകത്തായിരിക്കും നമ്മൾ ഈ 10,000 റുപ്പീസ് കാണിക്കുന്നത്. ഇത് നമുക്കൊരു എക്സ്പെൻസ് ആയിരിക്കും. ഞാനിവിടെ ABC ട്രേഡേഴ്സ് എന്ന് പറയുന്ന ഒരു കമ്പനി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡിൽ നമുക്ക് നെയിം ഓഫ് കമ്പനിയുടെ താഴെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ ചെയ്യാനായിട്ട് പോകുന്നത്, അനിൽ എന്ന് പറയുന്ന കസ്റ്റമറിന് നമ്മളൊരു പ്രോഡക്റ്റ് സെയിൽ ചെയ്യാനായിട്ട് പോകുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എൻട്രി ഇടുന്നതിനായിട്ട് നിങ്ങൾ ഒന്നെങ്കിൽ കീബോർഡിൽ V എന്ന് പറയുന്ന കീ പ്രസ് ചെയ്യുക, അതല്ലെങ്കിൽ ഇവിടെ വൗച്ചേഴ്സ് എന്ന് പറയുന്ന ഒരു ഇത് കാണാനായിട്ട് സാധിക്കും. ട്രാൻസാക്ഷൻസിൻ്റെ അടിയിലായിട്ട് കാണാനായിട്ട് സാധിക്കും. അതിന് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ പർച്ചേസ് എന്ന് പറയുന്ന ഒരു വൗച്ചറാണ് ഇവിടെ ഓപ്പൺ ആയിട്ട് വന്നിട്ടുള്ളത്. നമുക്ക് സെയിൽസ് ആണ് ചെയ്യേണ്ടത്. ഒന്നെങ്കിൽ നിങ്ങൾ കീബോർഡിൽ F8 എന്ന് പറയുന്ന കീ പ്രസ് ചെയ്യുക, അതല്ലെങ്കിൽ റൈറ്റ് സൈഡിൽ F8 സെയിൽസ് എന്ന് കാണാൻ സാധിക്കും, അതിൽ ക്ലിക്ക് ചെയ്യുക. ഇനി ഞാൻ എൻ്റർ അടിക്കാൻ പോകുന്നു. പാർട്ടി അക്കൗണ്ട് നെയിം, ആർക്കാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് എന്നുള്ളതാണ് ചോദ്യം. ക്യാഷിനാണ് സെയിൽ ചെയ്തതെങ്കിൽ അവിടെ ക്യാഷ് സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഞാൻ അനിൽ എന്ന് പറയുന്ന ആൾക്ക് ക്രെഡിറ്റിനാണ് സെയിൽ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ മുകളിൽ ക്രിയേറ്റ് എന്ന് പറയുന്നത് കാണാൻ സാധിക്കും. അതിൽ ക്രിയേറ്റ് കൊടുത്ത് അനിൽ എന്ന് പറയുന്ന ഒരു ലെഡ്ജർ ഞാൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോകുന്നു. അണ്ടർ ചോദിക്കുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു, അനിൽ എന്ന് പറയുന്നത് നമ്മുടെ ബിസിനസ്സിനെ സംബന്ധിച്ച് സൺട്രി ഡെപ്റ്റേഴ്സ് ആയിരിക്കും. സൺട്രി ഡെപ്റ്റർ എന്ന് പറയുന്നത് കറണ്ട് അസറ്റ് ആയിരിക്കും. ഇത് എൻ്റർ അടിച്ച് വന്നിട്ട് നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. അപ്പോൾ അടുത്തതായിട്ട് സെയിൽസ് ലെഡ്ജർ എന്ന് പറയുന്നത് ചോദിക്കും, നമ്മളത് ക്രിയേറ്റ് ചെയ്യണം. സെയിൽസ് എന്ന് പറഞ്ഞ് ക്രിയേറ്റ് ചെയ്യുക. ഒരുപാട് സെയിൽസ് നമ്മൾ GST ഒക്കെ വരുമ്പോൾ പല രീതിയിൽ നമ്മൾ പെർസെൻറ്റേജ് കാണിച്ച് ചെയ്യും. ഇപ്പോൾ സെയിൽസ് എന്ന് മാത്രമേ ഞാൻ കൊടുക്കുന്നുള്ളൂ. അണ്ടർ നമ്മൾ സെയിൽസ് അക്കൗണ്ട് തന്നെയാണ് സെയിൽസിന് എപ്പോഴും കൊടുക്കുന്നത്. അപ്പോൾ നെയിം ഓഫ് ഐറ്റം നമ്മളടുത്ത് ചോദിക്കും, എന്ത് ഐറ്റമാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത്. സ്പേസ് ബാർ നിങ്ങൾ പ്രസ് ചെയ്യുക. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള പ്രോഡക്റ്റ്സ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇത് ഞാൻ നേരത്തെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരുന്നത് കൊണ്ടാണ് കാണാൻ സാധിക്കുന്നത്. ലാപ്ടോപ്പ് 5 ലാപ്ടോപ്പ് എൻ്റെ കൈവശമുണ്ട്. ഞാൻ എൻ്റർ അടിച്ചു. ഞാൻ ഒരു ലാപ്ടോപ്പാണ് സെയിൽ ചെയ്യുന്നത്. എൻ്റർ അടിച്ചു. റേറ്റ് ഞാൻ 10,000 സെയിൽ ചെയ്യുന്നത്. എൻ്റർ അടിച്ചു. എമൗണ്ട് 10,000 ആണെന്ന് അവിടെ പറയുന്നുണ്ട്. എൻ്റർ അടിച്ച് താഴെ വന്ന് നമ്മൾ ന്യൂ റെഫറൻസ് കൊടുത്ത് സേവ് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്ന ഒരു കോളം. അതിൽ നിങ്ങൾ എൻ്റർ അടിക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള വ്യൂ കിട്ടണമെങ്കിൽ നിങ്ങൾ Alt F1 അല്ലെങ്കിൽ Alt F5 അടിക്കുക. അപ്പോൾ നമുക്ക് കാണാം സൺട്രി ഡെപ്റ്റേഴ്സ് ആയിട്ട് 10,000 നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഞാൻ ഇനി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറയുന്ന കോളത്തിൽ പ്രസ് ചെയ്ത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് Alt F5 അടിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കിയപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത് സെയിൽസ് എന്ന് പറഞ്ഞിട്ട് 10,000 ഇൻകം സൈഡിലും വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത് കറക്റ്റാണ്. ഇനി നമുക്ക് മനസ്സിലാകുന്നു ഇയാൾ നമുക്ക് പൈസ തരുന്നില്ല, അതായത് ഈ 10,000 എന്ന് പറയുന്നത് ബാഡ് ഡെപ്റ്റ് ആണെന്ന് നമുക്ക് മനസ്സിലാകുന്നു. അപ്പോൾ ഇവിടെ ഞാൻ വൗച്ചേഴ്സ് എടുക്കുന്നു. വൗച്ചേഴ്സ് എടുത്തതിന് ശേഷം ബാഡ് ഡെപ്റ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മുടെ ബിസിനസ്സിനെ സംബന്ധിച്ച് ഒരു എക്സ്പെൻസ് ആണ്. അപ്പോൾ ഇവിടെ എക്സ്പെൻസ് കൂടുകയാണ്. എക്സ്പെൻസ് കൂടുമ്പോൾ നമ്മൾ ഡെബിറ്റാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ സൺട്രി ഡെപ്റ്റേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കണ്ടു ബാലൻസ് ഷീറ്റിലെ അസറ്റ് സൈഡിലാണ് വന്നിട്ടുള്ളത്. സത്യത്തിൽ ഇവിടെ അസറ്റ് എന്ന് പറയുന്നത് സൺട്രി ഡെപ്റ്റേഴ്സ് ആയിട്ടുള്ള അനിൽ എന്ന് പറയുന്ന അസറ്റ് ഇവിടെ കുറയുകയാണ്. അപ്പോൾ ഡിക്രീസ് ചെയ്യുമ്പോൾ നമ്മൾ ക്രെഡിറ്റ് ആണ് ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിൽ ബാഡ് ഡെപ്റ്റ് അക്കൗണ്ട് ഡെപ്റ്റ് ടു അനിൽ എന്ന് പറയുന്ന ഒരു എൻട്രി നമ്മളിവിടെ പാസ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതൊരു അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രി ആയതുകൊണ്ട് തന്നെ സൈഡിൽ കാണാൻ സാധിക്കും F7 ജേണൽ എന്ന് പറയുന്ന ഒരു വൗച്ചർ. ഞാൻ അത് സെലക്ട് ചെയ്തു, എൻ്റർ അടിച്ചു. അപ്പോൾ ഡെബിറ്റിൽ നമുക്ക് ബാഡ് ഡെപ്റ്റാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഞാനിവിടെ ക്രിയേറ്റിൽ പോയി ബാഡ് ഡെപ്റ്റ് എന്ന് പറഞ്ഞ് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തു. അതിൻ്റെ അണ്ടർ നമുക്ക് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് തൽക്കാലം കൊടുക്കാം. അതിനുശേഷം ഇത് സേവ് ചെയ്തു. 10,000 റുപ്പീസാണ് നമുക്ക് ബാഡ് ഡെപ്റ്റായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ക്രെഡിറ്റിൽ നമുക്കറിയാം അനിൽ എന്ന് പറയുന്ന ആൾക്കാണ്
നമ്മൾ സെയിൽ ചെയ്തിട്ടുള്ളത്, അയാളാണ് നമുക്ക് പൈസ തരാനായിട്ടുള്ളത്. അപ്പോൾ അനിലിനെ ഞാൻ ഇവിടെ സെലക്ട് ചെയ്തു. 10,000 അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് വന്നിട്ടുണ്ട്. താഴെ എൻ്റർ അടിക്കുക. എൻ്റർ അടിക്കുമ്പോൾ 4 രീതിയിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് നമ്മളിത് ചോദിക്കും. അഡ്വാൻസ്, എഗെയിൻസ്റ്റ്, ന്യൂ, ഓൺ അക്കൗണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത സെയിലിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു അഡ്ജസ്റ്റാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടെ എഗെയിൻസ്റ്റ് റെഫറൻസ് എന്ന് പറയുന്ന രണ്ടാമത്തെ ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത ബില്ലിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ വരും. അത് സെലക്ട് ചെയ്യുക, സേവ് ചെയ്യുക. ഇനി ഞാനിവിടെ ബാലൻസ് ഷീറ്റ് ഒന്ന് എടുത്ത് നോക്കാൻ പോകുന്നു. ബാലൻസ് ഷീറ്റ് ഇവിടെ Alt F1 അടിക്കുന്നു. അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന സൺഡ്രി ഡെപ്റ്റേഴ്സ് എന്ന് പറഞ്ഞ് നമ്മൾ 10,000 കാണിച്ചത് ഇപ്പോൾ 0 ആയിട്ടുണ്ട്. കാരണം നേരത്തെ 10,000 ഉണ്ടായിരുന്നത് അനിലെന്ന് പറയുന്ന സൺഡ്രി ഡെപ്റ്റേഴ്സിനെ ഇപ്പോൾ 0 ആയിട്ട് ടാലി കാണിച്ചിട്ടുണ്ട്. കാരണം ഇപ്പോൾ സൺഡ്രി ഡെപ്റ്റേഴ്സ് ഒന്നും തന്നെ ഇല്ല. ഇനി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എടുത്ത് നോക്കിയാൽ അവിടെ നമുക്ക് കാണാൻ സാധിക്കും എക്സ്പെൻസ് സൈഡിൽ ബാഡ് ഡെപ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു 10,000 റുപ്പീസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ബാഡ് ഡെപ്റ്റ് നമ്മൾ ചെയ്യുന്നത്.